ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് സർക്കാർ നിയമസഭയിൽ നൽകിയ മറുപടിയും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യം. ചെലവായ തുക തിരിച്ചടച്ചിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചപ്പോൾ തുക ബോർഡിലേക്ക് തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരം. അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ മന്ത്രി വി.എൻ. വാസവൻ ഒഴിഞ്ഞുമാറി. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് ദേവസ്വം മന്ത്രി നൽകിയ മറുപടിയും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടും തമ്മിലാണ് പ്രകടമായ വൈരുദ്ധ്യം. ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാരോ ദേവസ്വം ബോർഡോ പണം അനുവദിച്ചിട്ടുണ്ടോ എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ ചോദ്യം. സ്പോൺസർമാരെ കണ്ടെത്തി ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും തുക കണ്ടെത്തുന്നതിൽ കാലതാമസം നേരിട്ടതിനാൽ ദേവസ്വം ബോർഡ് അഡ്വാൻസായി പണം ചെലവഴിച്ചു. റിലീജിയസ് കൺവെൻഷനുകൾ നടത്താൻ ബോർഡിന്റെ ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുകയാണ് അഡ്വാൻസായി ചെലവിട്ടതെന്നും സ്പോൺസർമാർ വാഗ്ദാനം ചെയ്ത തുക ലഭിച്ചപ്പോൾ അഡ്വാൻസ് തുക അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചുവെന്നുമായിരുന്നു ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രേഖാമൂലം നൽകിയ ഉത്തരം. എന്നാൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പണം തിരികെ വന്നിട്ടില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെയും ബോർഡിന്റെയും മറുപടിയിലുള്ള ഈ വൈരുദ്ധ്യത്തിന് അധികൃതർക്ക് കൃത്യമായ വിശദീകരണമില്ല. അത് രാഷ്ട്രീയമല്ല, അതിനൊന്നും നമ്മൾ പറയാനില്ല. അത് ബോർഡ് സ്ഥിരീകരണം ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് വലിയ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ അഴിമതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ 7 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. വൻതോതിലുള്ള ഒരു വെട്ടിപ്പിന്റെ വേദിയായിട്ടാണ് മാറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള മാതൃകയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിനെ കുറിച്ചും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.